അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ സുഖപ്രസവം എന്ന് പറയാറുണ്ട്. സുഖപ്രസവം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്കാണ് സുഖപ്രസവം എന്ന് പറയാം. സാധാരണഗതിയിൽ സിസേറിയൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ സുഖപ്രസവം എന്ന് പറയാൻ കുറച്ചും കൂടി നല്ലത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കും. കാരണം അത് നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, കുട്ടിയൊക്കെ വന്ന് കരഞ്ഞ് ഒക്കെ റെഡി ആയതിന് ശേഷമാണ് പിന്നെ അറിയണത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേദന അറിയാതെയാണ് ആ പ്രസവം നടക്കുന്നത്. ഓപ്പറേഷൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുമെങ്കിലും ആ സമയത്ത് അതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് പല ആളുകളും ഇത് പരിഹാസ രൂപത്തിൽ പറയാറുണ്ട്. സുഖപ്രസവം എന്നതിനെ കുറിച്ച് ഏറ്റവും അധികം വേദന, നമ്മുടെ എല്ലുകൾ നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന, ഒരുപക്ഷെ മരണവേദന കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയാവുന്നതാണ് പ്രസവ വേദന. അപ്പോൾ പലപ്പോഴും ആ സമയത്തൊക്കെ ആളുകൾ അലറി വിളിച്ച് കരയുന്നൊക്കെ അവസ്ഥകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞത് ആ പ്രയോഗം ശരിയാണോ, സുഖപ്രസവം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രസവത്തിന് എന്തുമാത്രം വേദനയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും രണ്ടു കാര്യങ്ങൾ ആ വേദനകളെ മുഴുവനും ആസ്വാദകരമാക്കി സുഖപ്രദമാക്കി മാറ്റുന്ന രണ്ട് ചിന്തകളുണ്ട്. ഒന്ന്, ഈ 9 മാസം അനുഭവിച്ച കഷ്ടപ്പാടുണ്ടല്ലോ. ഈ കുട്ടി ഒരു 1.5, 1.25, 2, 2.5 കിലോ വരെ തൂക്കമുള്ളൊരു കുട്ടിനെ വയറിലിങ്ങനെ ചുമന്ന് നടക്കണം. അപ്പോൾ ആ ചുമന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കിന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ കഴിയാതെ ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റാത്ത അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടുമോ. അപ്പോൾ പ്രസവവേദന വരുമ്പോൾ എന്താ ചിന്തിക്കാം, ഓ ഇന്നത്തോടു കൂടെ എൻ്റെ എല്ലാ വിഷമവും തീർന്നു എന്ന ആ ചിന്ത, ഇതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം, അതാണ് ഈ പ്രസവ വേദന നൽകുന്ന ഒരു നല്ല സൂചന. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഇതോടുകൂടെ എനിക്ക് ഇനിയിപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത്തത്, ജീവിത സ്വപ്നമായി കാത്തിരുന്ന കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞിൻ്റെ ജനനത്തിലുള്ള വളരെ വലിയ പ്രതീക്ഷ, അപ്പോൾ ആ പ്രതീക്ഷിച്ച കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും കൂടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ വേദനകൾ എന്ത് ചെയ്യും, സഹിക്കുവാനുള്ള ഒരാത്മധൈര്യം അവർക്ക് ലഭിക്കും. ഇതിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒരു അറ്റവും കിട്ടില്ല. എന്നാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. ഈ വേദനകളൊക്കെ എനിക്ക് നാളെ ഒരു ഗുണകരമായ നല്ലൊരു ഭാവിയും നല്ലൊരു അവസ്ഥയും ഉണ്ടാകും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനം തന്നെയല്ലേ. ഇന്നിപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങളെ വാപ്പ 4 കൊല്ലം മുമ്പ് ഞങ്ങളെ കെട്ടുപോയതാണ്, എവിടെയോ പോയി വിവാഹം കഴിച്ച് ജീവിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ വാപ്പനൊന്നും പറയില്ല. കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോകുന്നത് വരെ വളരെ വാത്സല്യത്തിൽ വളർത്തിയ ഒരാളാണ്. പക്ഷെ ഇപ്പം ഉമ്മ ഞങ്ങളെ 3 കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഉമ്മ അങ്ങനെ ഒരു കടയിൽ പോയി ജോലി ചെയ്ത് ആ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പോലും. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് കഴിയും, എന്നെ കഴിയണില്ല. കാരണം വീട്ടുജോലിയും ചിലവിനുള്ള സംഖ്യ കണ്ടെത്തലും കൂടെ ഒന്നിച്ച് വാപ്പൻ്റെയും ഉമ്മൻ്റെയും പണി ഉമ്മ ചെയ്യുമ്പോൾ ഉമ്മ തളർന്നു പോകും. അപ്പോൾ ഈ ഉമ്മനോട് ഞാൻ എന്താ പറയുക, എനിക്കിത് കേൾക്കും ഭയങ്കര ടെൻഷൻ എന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായിരിക്കണം, ഒരു 4 വർഷം ഇപ്പോൾ കഴിഞ്ഞു പോയില്ലേ, നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ഇപ്പോൾ ഒരു ആൺകുട്ടി വളർന്നു വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏതായിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്കാണ് ഓരോ ദിനം അടുക്കുന്നത്. നീ നിൻ്റെ കോഴ്സ് കഴിഞ്ഞ് നിനക്കൊരു ജോലിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു, നിനക്കൊരു വിവാഹം വന്നാൽ നിൻ്റെ പ്രശ്നം പരിഹരിച്ചു. ആ ഭർത്താവ് ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നിൻ്റെ ഉമ്മൻ്റെയും വീട്ടിലെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും ആശ്വാസങ്ങളിലേക്കുള്ളതാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നാളെ എനിക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ വേദനകൾ നമുക്ക് സുഖപ്രദമായി തോന്നും, സന്തോഷകരമായി മാറും എന്നതാണ് വസ്തുത.